ഹായ് ഗായ്സ്, വൈകുന്നേരം അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്കമാലിൽ നമ്മുടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അവിടെ വരെ പോയിട്ട് വരാം. കുറച്ച് ദിവസം അങ്കമാലിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്, പക്ഷെ എന്താ സംഭവം ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകേണ്ടി. പിന്നെ അങ്ങോട്ട് എല്ലാവരും പറയണ കേട്ടപ്പോൾ നമുക്ക് അവിടെ ക്യൂരിയോസിറ്റി. സുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിക്കും അങ്കമാലി ഫെസ്റ്റിലേക്ക് സ്വാഗതം. സൺഡേ ഉണ്ട് നല്ല അത്യാവശ്യ രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു. കയറി ചെന്നത് എന്റെ ദൈവമേ, ഒന്നും പറയണ്ട, എനിക്ക് ഇതിനൊക്കെ പേടിയുണ്ട്, ഞാൻ അറിയുന്നു കേട്ടോ. പിന്നെ ഈ പക്ഷിയെ കണ്ടപ്പോൾ ഉണ്ണിച്ചേട്ടനൊന്ന് എടുക്കണമെന്ന് തോന്നി. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കിളികൾ വേണമെന്നൊക്കെ എപ്പോഴും ആള് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ബന്ധുക്കളെ കണ്ടു. നമ്മളതൊന്നും അടുത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. പിന്നെ അവിടെ ഫർണിച്ചർ കടയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ നമ്മൾ അവിടെ കയറി ഫോട്ടോ. ഈ ഒരു ഹാള് ഫുള്ള് ഇങ്ങനെ ഓരോരോ കടകളാണ് കേട്ടോ. ബുക്കിനൊക്കെ 150 രൂപ ഉണ്ടായുള്ളൂ. ചേതൻ ഭഗത്തിന്റെ ഉൾപ്പെടെയുള്ള കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിന്നത് ലേഡീസ് സെക്ഷന്റെ ഐറ്റംസ് വന്നപ്പോഴാണ്. അത്യാവശ്യം നല്ല വെറൈറ്റി കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഭരണികളൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നുപോയി നമ്മൾ. ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ അൽവിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിച്ചേട്ടൻ സ്റ്റക്ക് ആവുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം, ടോയ്സ് കടയാണ്. ആൾക്ക് ഇങ്ങനത്തെ മിനിയേച്ചർ ടോയ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് നമ്മൾ അത്ര കടയിൽ കയറി നമ്മളെല്ലാം ടെസ്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ സ്റ്റക്ക് ആയത് ഇവിടെയാണ് മക്കളെ. ഈ കുട്ടിയുടെ പടം എന്ത് ഭംഗിയായിട്ടായിരുന്നു വരച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആണ് ഫുഡ് കോർട്ട് പോലത്തെ സംഭവമൊക്കെ. പിന്നെ ഇങ്ങനെയുള്ള ഗെയിംസും ആകാശമഞ്ഞാല് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇതുപോലത്തെ ഫെസ്റ്റിനൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. ഒത്തിരി തിരക്കാവുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങി.